ഹായ് ഓൾ, ന്യൂസിലൻഡേഴ്സ് ഡയറീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് മറ്റൊന്നുമല്ല, നമ്മൾ സംസാരിക്കുന്നത് ഓസ്കി സ്റ്റേഷൻ 3 മെഡിക്കേഷൻ സേഫ്റ്റി, എങ്ങനെ സേഫ് ആയിട്ട് മെഡിക്കേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് തന്നെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പായിട്ട് ഒരു 2-3 കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം എനിക്കൊരു 2-3 കുട്ടികളുടെ നാട്ടിൽ നിന്നാണ് മെസ്സേജ് വരികയുണ്ടായി. ചേച്ചി, എന്റെ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ഒരു ഏജൻസി ജോബ് ഓഫർ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് ആയിട്ട് അവര് ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓർത്തു അതിൽ ആ ഒരു വിസയിൽ കയറി വരികയാണെങ്കിൽ എനിക്ക് ഇവിടെ വന്ന് ജോബും ചെയ്യാം, അതുപോലെ തന്നെ വൺസ് എന്റെ പേപ്പർ വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ അയക്കുകയും അല്ലെങ്കിൽ ഓസ്കി കംപ്ലീറ്റ് ചെയ്ത് രജിസ്ട്രേഷൻ ആയിട്ട് നോക്കുകയും ചെയ്യാന്ന്. സോ കുട്ടികളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പൊ ന്യൂസിലൻഡില് ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് നഴ്സസിന്റെ വേക്കൻസി ഇല്ല. ഗവൺമെന്റ് ഇത് കുറച്ച് നാളത്തേക്ക് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, സോ പല ഏജൻസികളും എന്താ പറയുന്നത്, ഇപ്പോഴും ജോബ് ഉണ്ട് എന്നുള്ള രീതിയിലുള്ള അഡ്വർടൈസ്മെന്റുകളും അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അവരുടെ വലയിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പം അതൊരു ജെനുവിൻ ആയിട്ട് തോന്നുകയാണ്, ഫേക്ക് അല്ല, ജെനുവിൻ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഫർദർ പ്രൊസീഡ് ചെയ്യുക. രണ്ടാമതായിട്ട് ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചേച്ചി എന്റെ പ്രോസസ്സിംഗ് കഴിഞ്ഞു, എനിക്ക് ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട്, പക്ഷെ ഇപ്പത്തെ ഒരു സിറ്റുവേഷനിൽ ന്യൂസിലൻഡിലേക്ക് ഞങ്ങൾ വരണോ? സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളുടെ എത്രയാ ഒരു വർഷത്തെ അല്ലെങ്കിൽ ചിലവരൊക്കെ അതിൽ കൂടുതൽ സമയം എടുത്തവരാണ് OET കംപ്ലീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ചില പേപ്പർ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അതിൽ കൂടുതൽ സമയം എടുത്തവരാണ്. ഓക്കെ, സോ നിങ്ങൾ ഇത് പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകേണ്ട കാര്യമുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. ഇപ്പത്തെ ഒരു സിറ്റുവേഷൻ അത് എന്താ പറയുന്നത്, പുതിയ ഗവൺമെന്റ് അവരുടെ ആ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് അതിനെ ഒന്ന് വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമം നടത്തി നോക്കുന്നതാ. പക്ഷെ ഒരിക്കലും ഒരു ഗവൺമെന്റിനും ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിലെ പ്രോബ്ലംസ് അല്ലെങ്കിൽ സ്റ്റാഫ് ഷോർട്ടേജിനെ എത്ര നാളത്തേക്ക് അവർക്ക് അത് ഹൈഡ് ചെയ്ത് അല്ലെങ്കിൽ അവര് ഇങ്ങനെ മാറ്റി നിർത്തിക്കൊണ്ടിരിക്കാൻ പറ്റും? ഒരിക്കലും അത് ഒത്തിരി നാളത്തേക്ക് മുമ്പോട്ട് പോവുകയില്ല. ഓക്കെ, സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ സിസ്റ്റം എല്ലാ രാജ്യത്തിന്റെയും ഒരു ഇന്നവിറ്റബിൾ ആയിട്ടുള്ള പാർട്ടാണ്. സോ ഒരു ഗവൺമെന്റ് ആ ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് അവരുടെ ഹെൽത്ത്, അവരുടെ സേഫ്റ്റി അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സോ അവർക്ക് ഒരിക്കലും ഇത് കുറെ നാളത്തേക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ദെൻ പല ആളുകളും ചോദിക്കുന്ന വേറൊരു കാര്യമാണ്, ഇപ്പം ഓസ്കി അല്ലെങ്കിൽ ഈ IQN എക്സാം എഴുതേണ്ട കാര്യമുണ്ടോ? ഇനി വൺസ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ എന്തായാലും ജോബ് അപ്പത്തേക്കല്ലേ ഒരു ഓപ്പൺ ഉണ്ടാകത്തുള്ളൂ, സോ അപ്പത്തേക്കും ഞങ്ങൾ ചെയ്താൽ പോരേന്ന്. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ന്യൂസിലൻഡിനും ഈ ഒരു IQN തിയറിറ്റിക്കൽ എക്സാം അല്ലെങ്കിൽ ഈ ഓസ്കി എന്ന് പറയുന്ന ആ ഒരു കോമ്പിറ്റൻസി അസസ്മെന്റ് പുതിയതാണ്. സോ അവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി മുമ്പോട്ട് പോകും തോറും അവര് കൂടുതൽ ഇംപ്രൂവൈസേഷൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇത് കൂടുതൽ ഇംപ്രൂവ് ആക്കാനുള്ള ഓരോ വിദ്യകൾ അവരും കൊണ്ടുവരും. ഓക്കെ, കാരണം അവർക്ക് എപ്പോഴും അവിടുത്തെ അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകളുടെ സേഫ്റ്റി ആണ് അവരുടെ ഏറ്റവും പ്രൈം ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അവരുടെ പ്രൈം റെസ്പോൺസിബിലിറ്റി ഇവരുടെ പബ്ലിക് സേഫ്റ്റിയാണ്. സോ അവരെപ്പോഴും ഈ ഒരു എന്താ പറയുന്നത്, IQNs ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്ലിനിക്കലി സേഫ് ആയിട്ടുള്ള നഴ്സിംഗ് കെയർ ആണ് അവരുടെ പബ്ലിക്കിന് കൊടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് അവർ എപ്പോഴും ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ഇയർ ചിലപ്പോൾ നിങ്ങൾ നോക്കുമ്പം ഇപ്പൊ കാണുന്ന ഒരു ഓസ്കിയുടെ 10 സ്റ്റേഷൻസ് ആയിരിക്കില്ല ഉണ്ടാവുക, ചിലപ്പോൾ അത് 15ഉം 20ഉം ആയിരിക്കും. സോ ഇച്ചിരും കൂടെ എന്താ പറയുന്ന മാർക്കിംഗ് ക്രൈറ്റീരിയ ഒക്കെ ഇച്ചിരും കൂടെ എന്താ പറയുക ടഫ് ആയിരിക്കും. എത്രയും പെട്ടെന്ന് ഓസ്കി ഈ ഒരു 10 സ്റ്റേഷനിൽ അവര് കൂടുതൽ ഇതിനകത്ത് എന്താ പറയുന്നത് ക്വാളിറ്റി ഒക്കെ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ഇത് ക്ലിയർ ചെയ്ത് പോകാനേ ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, സോ ഈ 2-3 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത്. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ സ്റ്റേഷൻ എന്ന് പറയുന്നത് എന്താന്ന് ഞാൻ മുമ്പേ പറഞ്ഞു, മെഡിക്കേഷൻ സേഫ്റ്റി. സോ മെഡിക്കേഷൻ സേഫ്റ്റിയിൽ നിങ്ങൾക്ക് ഒരു സിനാരിയോ തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, you are going to look after a patient with fever. Okay, so just ഒരു ഫീവർ ആയിട്ടുള്ള ഒരു പേഷ്യന്റ് നിങ്ങൾ ലുക്ക് ആഫ്റ്റർ ചെയ്യാൻ പോവാണ്. ടെമ്പറേച്ചർ എത്രയാണെന്ന് തരും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും അലർജീസോ അങ്ങനെ എന്തെങ്കിലും അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാകാം, ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവത്തില്ല. സോ നിങ്ങൾ ആ ഒരു പേഷ്യന്റിന് അന്നേരം ആന്റിബയോട്ടിക് അഥവാ പെനഡോൾ അല്ലെങ്കിൽ പാരസിറ്റാമോൾ ഡ്യൂ ആയിട്ടുണ്ടായിരിക്കും. ആ മെഡിസിൻ നിങ്ങൾ എങ്ങനെ എന്താ പറയുന്നത് സേഫ് ആയിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യുന്നു എന്നുള്ളതാണ്
ആണ് ഈ ഒരു എക്സാമിനർ അവിടെ ഒബ്സർവ് ചെയ്യുക. ഓക്കെ, സോ നിങ്ങൾ ആദ്യം തന്നെ ആ ഒരു റൂമിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും നോക്കുക? നിങ്ങൾ ആദ്യം പെർമിഷൻ ചോദിക്കണം പേഷ്യന്റ് അടുത്ത്. ഓക്കെ, സോ അവരോട് ചോദിക്കുക, ഈസ് ദാറ്റ് ഓൾറൈറ്റ് ഫോർ മീ ടു കം ഇൻ? അതെ, അകത്തേക്ക് വരുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിക്കണ്ടേ? അവരുടെ പെർമിഷനോട് കൂടി വേണം നമ്മൾ കയറുക. അപ്പൊ നമ്മൾ അത് പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ അതിനകത്തേക്ക്, ഞാൻ പേഷ്യന്റ് റൂമിലേക്ക് കയറുകയാണ്, അവരോട് പെർമിഷൻ ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് തിങ് എന്താ നിങ്ങൾ നോക്കാൻ പോകുന്നത്? ചുറ്റും നോക്കുവാണ്, ഡേഞ്ചേഴ്സ് എന്തെങ്കിലും ഉണ്ടോ, ആ സീൻ ഓക്കെ ആണോ? ഓക്കെ, സോ ആ സീൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പറയുകയാണ് the scene is clear, okay, there is no danger. Okay, so അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് നിങ്ങൾ എൻ്റർ ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രൈവസി, പേഷ്യന്റിന് പ്രൈവസി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങളത് പറയണം. ഓക്കെ, നിങ്ങൾ അവിടെ കർട്ടൻ ഇടുക ഒന്നും അല്ല ചെയ്യുന്നത്, നിങ്ങളത് പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. Okay, so I'm closing this curtain to provide privacy to my patient. Okay, so അത് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്ക് ചെയ്യുന്നത്. The next one എന്താ? ഹാൻഡ് ഹൈജീൻ. നിങ്ങൾ നമ്മുടെ 5 moments ഹാൻഡ് ഹൈജീൻ നമുക്ക് ഓർമ്മ വേണം. കൈ കഴുകി, അതായത് നമ്മൾ ജെല്ലെടുത്തു, നമ്മൾ അത് എന്താ ചെയ്തുകൊണ്ട് തന്നെ വേണം നമ്മൾ ആ റൂമിലേക്ക് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രൊസീജിയർ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ നമുക്ക് നമ്മളെ തന്നെ പേഷ്യന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, my name is Nimi Joy. I'm one of the RNs working in this department. I'm looking after you today. How are you today? You can അങ്ങനെ നമുക്ക് ആ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നു. എന്നിട്ട് പേഷ്യനോട് എന്തിനാണ് നീ വന്നേക്കുന്നത് എന്ന് പറയണം. എന്തിനാ വന്നേക്കുന്നത്? you are due for your paracetamol. Okay, you are due for some medication, so that's the reason why I'm here. Okay, so അതുകൊണ്ടാണ് നമ്മൾ അവിടെ ചെല്ലുന്നതെന്ന് അവരോട് നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കണം. ഓൾറൈറ്റ്, സോ വൺസ് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? ഐഡന്റിഫിക്കേഷൻ. പേഷ്യന്റ് ഈ കറക്റ്റ് പേഷ്യന്റ് തന്നെയാണോ അല്ലെ? നമ്മളുടെ ഐഡന്റിഫിക്കേഷൻ ചെക്ക് ചെയ്യണം. സോ അവരോട് നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഐഡന്റിഫിക്കേഷൻ ബാൻഡ് ഒന്ന് കാണിക്കാൻ വന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം പേഷ്യന്റ് ഫുൾ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ നാഷണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ, അതായത് NHI ഇങ്ങോട്ട് നോക്കി നമ്മൾ ആ സെയിം പേഷ്യന്റ് തന്നെയാണ് നമ്മളിപ്പോ കാണുന്നതെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. സോ നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേഷനിൽ മെഡിക്കേഷൻ സേഫ്റ്റി 3 ഐഡന്റിഫിക്കേഷൻ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. 3 പ്രാവശ്യം നമ്മൾ ഐഡന്റിഫയേഴ്സ് ചെക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് പേഷ്യന്റിന്റെ മുറിയിലേക്ക് ചെന്നു. ഓക്കെ, സോ അന്നേരം പേഷ്യന്റിനെ ചെക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് പേഷ്യന്റിനോട് എന്തെങ്കിലും അലർജീസ് ഉണ്ടോ, എന്തെങ്കിലും അലർജീസ് ഉണ്ടോ, അതുപോലെ തന്നെ when was the last time you had this Panadol? Okay, Panadol എപ്പോഴാണ് ലാസ്റ്റ് ടൈം നീ എടുത്തത്? ഇതെല്ലാം നമ്മൾ ചോദിച്ചറിഞ്ഞ ശേഷം അവരോട് പറയുകയാണ് നമ്മൾ എന്തായിരിക്കണം പറയേണ്ടത്? ഓക്കെ, സോ ഗിവ് മീ എ മിനിറ്റ്, ഐ വിൽ ജസ്റ്റ് ഗോ ആൻഡ് ഗെറ്റ് ദ മെഡിക്കേഷൻ ഫോർ യു. ഓക്കെ, നമ്മൾ അവരോട് പറഞ്ഞ് പെർമിഷൻ എടുത്ത് നമ്മൾ പോയി മെഡിക്കേഷൻ വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. ഓക്കെ, സോ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് അടുത്ത ഐഡന്റിഫിക്കേഷൻ ചെക്ക് ചെയ്യാനുള്ളത് എന്താണ്? പേഷ്യന്റെ പേരും ചാർട്ടിൽ എഴുതിയേക്കുന്നതും അതുപോലെ തന്നെ കറക്റ്റ് എലിജിബിളി ആണോ അവർ എഴുതിയിരിക്കുന്നത്, ചാർട്ട് കംപ്ലീറ്റ് ആയിട്ട് സൈൻ ചെയ്തിട്ടുണ്ടോ, ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സ്ട്രെങ്ത് ഒക്കെ എഴുതിയിരിക്കുന്നത് റൈറ്റ് ആണോ, അതെല്ലാം നിങ്ങൾ ഉറച്ച് വായിച്ച് ഓക്കെ ഇത് ചെയ്തിരിക്കുന്നത് ശരിയാണ്, ചാർട്ടിങ് കറക്റ്റ് ആണ്, പേഷ്യന്റെ നെയിം ഇതാണ്, പേഷ്യന്റിന്റെ NHI ഇതാണ്, ഇത് ചെയ്യണം. ഇനി എന്നിട്ട് എന്താ ചെയ്യണത്? ഓക്കെ, സോ the patient is charted with Panadol 1 gram, but the current dose available in the stock is 500 milligram. So you need to tell them എന്താ പറയുന്നത്, ആ കറക്റ്റ് കാൽക്കുലേഷൻ ഇല്ലേ, കറക്റ്റ് ആയിട്ടുള്ള ഡോസ് ആണോ നമ്മൾ അവർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളത് ആ ഒരു ഫോർമുല വെച്ച് നിങ്ങൾ അവിടെ പറയണം. ഓക്കെ, സോ അതുപോലെ തന്നെ നിങ്ങൾ അവിടെ ഇൻഡിപെൻഡന്റ് ചെക്ക് നിങ്ങൾ മാത്രമല്ല ആ ഒരു എക്സാമിനറോടും ചോദിച്ചാൽ, എക്സാമിനർ ഞാൻ ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്, അതായത് എന്ത് ഡോസ് ആണ് വേണ്ടത്, എന്ത് ഡോസ് ആണ് വാർഡിലുള്ളത്, അതുപോലെ അതിന്റെ വോളിയം ഇട്ട് ഇത്ര ടാബ്ലറ്റ്സ് ആണ് ഞാൻ ഇടുന്നത്, ഇത് കറക്റ്റ് ആണോ എന്ന് അവരോട് ചോദിച്ച് ഇൻഡിപെൻഡന്റ് ചെക്കിംഗ് ചെയ്ത ശേഷം മാത്രം എന്ത് ചെയ്യണം നിങ്ങൾ വീണ്ടും. അപ്പൊ 2 ഐഡന്റിഫയേഴ്സ് അവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി വീണ്ടും തിരിച്ച് പേഷ്യന്റ് അടുത്തേക്ക് ചെല്ലുവാണ്. എന്നിട്ട് പറയാണ് ഓക്കെ, ഐ എം ഹിയർ വിത്ത് മെഡിക്കേഷൻ. ഓക്കെ, ഒന്നും കൂടെ നീ പറയാവോ നിന്റെ ഐഡന്റിഫയേഴ്സ്, അല്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ നിന്റെ ഐഡന്റിഫിക്കേഷൻ വാല്യൂ ചെക്ക് ചെയ്തോട്ടെ. സോ എന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ നാഷണൽ ഹെൽത്ത് നമ്പറും പേഷ്യന്റ് ഫുൾ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് ചെക്ക് ചെയ്ത് 3 പ്രാവശ്യം നമ്മൾ അവിടെ ചെക്ക് ചെയ്യുന്നു. ചെക്ക് ചെയ്യുന്ന കാര്യത്തിൽ തന്നെ ആ പേഷ്യന്റിന് മെഡിക്കേഷൻ കൊടുക്കുക. മെഡിക്കേഷൻ കൊടുക്കുമ്പോൾ ചോദിക്കുക ഒന്നും കൂടെ, എന്നിട്ട് നിനക്ക് വീണ്ടും അലർജി എന്തെങ്കിലും ഉണ്ടോ, എനിക്കറിയാം നിന്നോട് ഞാൻ മുമ്പേ ചോദിച്ചിരുന്നു, ബട്ട്
ഞാൻ ഡബിൾ ചെക്ക് ചെയ്യാണ്. ഡു യു ഹാവ് എനി മെഡിക്കേഷൻ അലർജീസ്? ഇല്ലെന്ന് പറയുവാണെ. അതുപോലെ നിനക്ക് എന്തെങ്കിലും സ്വാളോയിങ് ഡിഫിക്കൽറ്റി ഉണ്ടോ എന്ന് ചോദിക്കുക. ഓക്കെ, സോ അങ്ങനെയൊന്നും ഇല്ലാന്ന് കഴിയുമ്പോൾ ഓക്കെ, മെഡിക്കേഷൻ അവർക്ക് കൊടുക്കുക. അവരെടുത്ത് ആ മെഡിക്കേഷൻ കംപ്ലീറ്റ്ലി സ്വാളോ ചെയ്തു എന്ന് മനസ്സിലാക്കി ശേഷം നമ്മൾ പറയണം ഓക്കെ, താങ്ക് യു, ഐ വിൽ സീ യു ലൈറ്റർ. ഓക്കെ, കുറച്ച് കഴിഞ്ഞിട്ട് കാണാമെന്ന് പറഞ്ഞ് നമ്മൾ പുറത്തേക്ക് വരുന്നു. അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ പറയുകയാണ് ഓക്കെ, ഐ എം ഗോയിങ് ടു ഡോക്യുമെന്റ് അല്ലേ. നമ്മൾ ഡോക്യുമെന്റേഷനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ലേ. ഞാനിത് ക്ലിയർ ആയിട്ട് ലെജിബിൾ ആയിട്ട് ഡോക്യുമെന്റ് ചെയ്യാൻ പോവാണ്. ഇന്ന ഡേറ്റ് ഇന്ന ടൈമില് പാനഡോൾ 1 gram ഓറലി അഡ്മിനിസ്റ്റേർഡ്. നിന്റെ പേര് എഴുതി നീ ഇവിടെ സൈൻ ചെയ്യുന്നു. അതോടുകൂടി നിന്റെ ആ ഒരു എന്താ പറയാ സ്റ്റേഷൻ കംപ്ലീറ്റ് ചെയ്യാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് മെഡിക്കേഷൻ സേഫ്റ്റി എന്നുള്ള ആ ഒരു സ്റ്റേഷനിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാനുള്ളത്. സോ എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ റൂമിലേക്ക് ചെല്ലുമ്പം ഓൾറെഡി അവരോട് പെർമിഷൻ ചോദിച്ചിട്ട് ചെല്ലുക. അതുപോലെ തന്നെ എന്താ പറയുക, അവർക്ക് പ്രൈവസി പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ആ സീൻ സേഫ് ആണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. പിന്നെ നമ്മളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതുപോലെ നമ്മൾ എന്തിനാണ് അവിടെ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ അവരോട് പറയുക. അതിനുശേഷം അവരുടെ ഐഡന്റിഫിക്കേഷൻ നമ്മൾ ചെക്ക് ചെയ്യുക. സോ മെഡിക്കേഷൻ സേഫ്റ്റിയിൽ അറ്റ്ലീസ്റ്റ് 3 പ്രാവശ്യം നമ്മൾ ഐഡന്റിഫിക്കേഷൻ ചെക്ക് ചെയ്യാനുണ്ട്. ഫസ്റ്റ് നമ്മൾ അകത്ത് ചെല്ലുമ്പോൾ, അതുപോലെ തന്നെ സെക്കൻഡ് മെഡിക്കേഷൻ അവിടെ നമ്മൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, ആ കൂട്ടത്തിൽ നമ്മളത് എക്സാമിനറേയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു മെഡിക്കേഷൻ അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അത് സിമ്പിൾ ആയിട്ടുള്ള പെനഡോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള മെഡിക്കേഷൻസ് മാത്രമേ നിങ്ങൾക്ക് തരത്തുള്ളൂ അവിടെ പേഷ്യന്റ് അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് കേട്ടോ. സോ അത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് വൺസ് അത് അവര് എക്സാമിനർ പറയുവാണ് ഓക്കെ ആണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, നിങ്ങൾ അടുത്തത് നേരെ പേഷ്യന്റ് അടുത്ത് വരുന്നു. പേഷ്യന്റ് അടുത്ത് വന്ന് പേഷ്യന്റ് അതിന്റെ മെഡിക്കേഷൻ ഉണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നിനക്ക് അലർജീസ് എന്തെങ്കിലും ഉണ്ടോ, നിനക്ക് സ്വാളോയിങ് ഡിഫിക്കൽറ്റി എന്തെങ്കിലും ഉണ്ടോ, ഞാൻ ഒന്നും കൂടെ നിന്റെ ഐഡന്റിഫിക്കേഷൻ ചെക്ക് ചെയ്യാണ് എന്ന് പറഞ്ഞ് വീണ്ടും 3ാമത് വട്ടം കൂടെ ഐഡന്റിഫിക്കേഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നു. ദെൻ വൺസ് ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ പേഷ്യന്റ് സ്വാളോ ചെയ്തു എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഓക്കെ, ഞാനിത് ക്ലിയർലി ആൻഡ് ലെജിബിളി ഡോക്യുമെന്റ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് നമ്മളത് ഡോക്യുമെന്റ് ചെയ്യുന്നു. സോ അതോടെ മെഡിക്കേഷൻ സേഫ്റ്റി എന്ന് പറയുന്ന ആ ഒരു സ്റ്റേഷൻ കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ, സോ ഈ ഒരു സിനാരിയോ നിങ്ങൾ തന്നെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളൊന്ന് പെർഫോം ചെയ്ത് നോക്കിയേ. എന്ത് എളുപ്പമായിരിക്കും അല്ലെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഒരു മെഡിക്കേഷൻ സേഫ്റ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേഷനിൽ നിങ്ങൾക്ക് എത്ര നന്നായിട്ട് എത്ര മനോഹരമായിട്ട് നിങ്ങൾക്കത് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക വീട്ടില്. ഓക്കെ, ഇതൊരു 5-6 പ്രാവശ്യം നിങ്ങൾ തന്നെ ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേഷൻ വളരെ ഈസി ആയിട്ട് തോന്നും. ഓക്കെ, സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ തന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ബട്ടണും കൂടെ ഒന്ന് ഓൺ ആക്കിയിട്ടിരുന്നാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. സോ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ എല്ലാ വീഡിയോസും കാണാനും സാധിക്കും. അതുപോലെ നിങ്ങളുടെ കമന്റ്സ് അതാണ് എനിക്ക് എന്നെ മോട്ടിവേറ്റ് ചെയ്യുക വീണ്ടും വീഡിയോകൾ ചെയ്യാനായിട്ട്. സോ പ്ലീസ് നിങ്ങൾ കമന്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.